നമുക്കൊന്ന് പാവയ്ക്കച്ചാറ് ഉണ്ടാക്കാം. കയ്പില്ലാത്ത പാവയ്ക്കച്ചാറ് ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം പാവയ്ക്ക ഒരു 1.5 കിലോ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് ഒരു 50 ഗ്രാം പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള പച്ചമുളക് തന്നെ നല്ല എരിവുള്ളതാണ്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിന് ഒരു 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പച്ചമുളക് നടുപൊളിച്ച് ഇടാം. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയും വലിയ എല്ലിയാണെങ്കിൽ മാത്രം വെളുത്തുള്ളി രണ്ട് കഷ്ണമാക്കിയിട്ട് ഇടാം. അതേപോലെ കയ്പ്പയ്ക്ക ചെറിയ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഇത്തിരി കട്ടിയിൽ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പാവയ്ക്കച്ചാറ് നമ്മൾ സാധാരണ അച്ചാറിനെ പോലെ കയ്പില്ല. ഈ പാവയ്ക്കച്ചാറ് നമ്മളുടെ പാവയ്ക്കച്ചാറ് ഉണ്ടാക്കുന്നതിന് മാങ്ങച്ചാറിൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ഇത് നമ്മൾക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ പാവയ്ക്ക ചെറിയ പീസാക്കി ഒരേപോലെ നല്ലത് ചെറിയ കട്ടിയിൽ തന്നെ, കനം കുറയാൻ പാടില്ലിരിക്കണം. അപ്പോൾ ഇത്തിരി കട്ടിയിൽ ചെറിയ പീസാക്കി തന്നെ അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണ്ട, നമുക്ക് എണ്ണയിൽ ഒഴിച്ചുള്ള എണ്ണയിലാണ് ഇത് അച്ചാറുണ്ടാക്കേണ്ടത്. വാട്ടേണ്ടതും അല്ലാതും എണ്ണയിലാണ്. സാധാരണ കയ്പ്പയ്ക്ക വാട്ടണ പോലെയല്ല നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. പക്ഷേ ഇത് എണ്ണയിലാണ് ഇരിക്കുന്നത് വെച്ചാൽ കേടുവരില്ല. അപ്പം ഞാൻ എണ്ണയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ എണ്ണയിലേക്ക് കയ്പ്പയ്ക്ക അരിഞ്ഞ് വെച്ച കയ്പ്പയ്ക്ക ഇടാം. എന്നിട്ട് പതുക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് വീണ്ടും ഇത്തിരി നേരം കഴിയുമ്പോൾ നമ്മൾക്കത് വീണ്ടും എടുത്തിട്ട് തുറന്നു നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ഇത്. അപ്പോൾ ഒരു പകുതി വെവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇങ്ങനെ ഇളക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതെടുത്തിട്ട് ഇളക്കാം. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ തീ മീഡിയം ഇതിലിട്ടിട്ട് പാടില്ല, ഹൈയിൽ പാടില്ല, മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ. മീഡിയം തീയിലിട്ടിട്ട് തന്നെ വേണം നമുക്ക് കയ്പ്പയ്ക്ക വാട്ടണമെങ്കിൽ. ഒരിക്കലും തീ കൂട്ടിയിടാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ സാധാരണ കയ്പ്പയ്ക്ക വാട്ടണ പോലെ തന്നെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. കാരണം ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളതല്ല. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ വെന്ത് വരുമ്പോൾ ഇത്തിരി നേരം വേണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് തണുക്കാൻ വെക്കണം. ഇത് കയ്പ്പയ്ക്ക വാട്ടിയത് തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു കുപ്പിയിലേക്ക് ആക്കാം. ഇത് ഒരേ കുപ്പിയിൽ വെള്ളമൊന്നും പാടില്ല തീരെ. കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് പാകത്തിന് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ കുപ്പിയിലൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒരാഴ്ച നമുക്ക് ഈ അച്ചാറ് തൊടാണ്ട് വെക്കണം. ഒരാഴ്ച തീരെ എടുക്കാണ്ട് നമ്മളൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ അച്ചാറെടുത്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവയും 3 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ടുണ്ട് ഞാൻ വറുത്തത്. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് മുറിച്ചിട്ട് വേണ്ട, ഒരു വിധം ആയി വരുന്ന സമയത്ത് നമ്മൾ എന്തൊന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കുക. കായം വളരെ തീ വളരെ സ്ലിമ്മേ പാടുള്ളൂ. സ്ലിമ്മിലിട്ടിട്ട് നമുക്ക് കായം വറുത്തെടുക്കണം. അപ്പോൾ കായം മൊരിഞ്ഞ് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം.
പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും എല്ലാതും കൂടിയിട്ട് ആദ്യം നമ്മൾ പൊടിച്ച കടുകും ഉലുവയും കൂടിയ മിക്സ് ഈ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് കടുകിൻ്റെയും ഉലുവയും പൊടി വാട്ടിയെടുക്കാം. പിന്നെ നമുക്ക് അതിൽ മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2.5 ടീസ്പൂൺ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മളെ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പം എരിവിനനുസരിച്ചിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി. എൻ്റെ മുളക് നല്ല എരിവുള്ള കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കയ്പ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് ഇളക്കിയതിന് ശേഷം എല്ലായിടത്തേക്കും നല്ലതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു പാകമായ കാരണം ഞാനിതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കായാണ് ഞാൻ ഇട്ട് കൊടുത്തില്ല. കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വല്പം ശർക്കരയുടെ കഷ്ണം, ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ ഇടാറില്ലേ, പ്രാവശ്യം എൻ്റെ അച്ചാറിൽ ഇത്തിരി പുളി കൂടുതലായിരുന്നു. അപ്പം ഞാനത് കാരണം ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് നേരം കൂടി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് തണുക്കുമ്പോൾ കുപ്പിയിലാക്കി ഉപയോഗിക്കാം.